അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് കനം കുറഞ്ഞ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വണ്ണമുള്ള ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ക്യാരറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റുക. 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേമിയാണ്. ഞാനിവിടെ 1 കപ്പ് സേമിയാണ്, അളവ് കപ്പിന് 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. റോസ്റ്റ് ചെയ്തതായാലും റോസ്റ്റ് ചെയ്യാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഉണക്കമുന്തിരി എല്ലാം വീർത്ത് കശുവണ്ടി പരിപ്പിന്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കശുവണ്ടി പരിപ്പ് ഉണക്കമുന്തിരിയും എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന നെയ്യിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ക്യാരറ്റിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, കുറച്ചും കൂടെ ഒന്ന് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. പഞ്ചസാരയൊക്കെ മെൽറ്റായി ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. തേങ്ങയും കൂടെ ചേർത്ത് ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1 കപ്പ് സേമിയ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ സേമിയ എല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോൾ സേമിയ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. ഈ ഒരു പരുവാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ പാലൊക്കെ വറ്റി കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. ഇപ്പം ഞാനൊരു ബൗളിൽ 6 കോഴിമുട്ട പൊട്ടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത്, 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണാണ്. സാധാരണ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റും തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തത് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചൂട് മാറിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയ അങ്ങ് ഇട്ട് കൊടുക്കുക. അതാ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് ചൂട് മാറിയപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇളക്കിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിം വയ്ക്കുക. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് പകുതി ഇതിൽ മിക്സ് ചെയ്തെടുത്തു, പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കശുവണ്ടിയും
ഉണക്കമുന്തിരിയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടി കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു തവ ചൂടാക്കാൻ വെക്കുക. അതിൻ്റെ പുറത്ത് കടായി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ലിഡിൽ ഹോളുള്ള ലിഡാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹോളില്ലാത്ത ലിഡാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അഥവാ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് അങ്ങ് എടുക്കാം. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ക്യാരറ്റും നേന്ത്രപ്പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്